ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 25 അപ്പൻ്റെ അമ്മയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു കുഞ്ഞി കേക്ക് കട്ട് ചെയ്യുക, ഒപ്പം സെലിബ്രേറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അപ്പോൾ നമ്മുടെ പേരക്കുട്ടികളോ എല്ലാവരും നിന്നിട്ട് ഒരു ഫോട്ടോ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കേക്കാണല്ലോ മുന്നിലിരിക്കണേ, അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ഫോട്ടോ കിട്ടാൻ. എന്നിരുന്നാലും ഞങ്ങളൊരു ഫോട്ടോ ഒപ്പിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കണം എന്നുള്ളത് വലിയൊരു സംഭവമാണ്. കാരണം മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസ് തന്നെയാണ്. സോ ഫോട്ടോ ഇല്ലാണ്ട് ഒരു ഫംഗ്ഷൻ അവിടെ നടക്കില്ല എന്തായാലും. സോ എല്ലാവരും കൂടി നിന്ന്, എല്ലാ പേരക്കുട്ടികളും നിന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. പരസ്പരം അമ്മയും അപ്പനും എല്ലാവർക്കും വെച്ച് കൊടുത്തു. സോ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത്, അപ്പോഴും ഇടയിൽ കൂടെ ഓരോരുത്തരായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ശീലമാണ്. അത് മാറ്റാൻ നോക്കിയിട്ട് ഇതുവരെയായിട്ട് മാറാൻ പറ്റിയിട്ടില്ല. എന്നാലും പിള്ളേർക്കും സന്തോഷമായി, അപ്പനും അമ്മയ്ക്കും സന്തോഷമായി. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. മെനു എന്ന് പറയുന്നത് ബിരിയാണി, ഗോബി മഞ്ചൂരിയൻ, സോയർ, ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ അച്ചാർ, പപ്പടം, അങ്ങനെ സർലാസ്. അപ്പോൾ ഉച്ചത്തെ ലഞ്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആനക്കോട്ട കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. പറയുമ്പോൾ ഞാൻ പാവർട്ടിക്കാരി ആണെങ്കിൽ കൂടിയും ഞാൻ ഫസ്റ്റ് ടൈമാണ് ആനക്കോട്ടയിലേക്ക് പോകണത്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നത്തിലും ഇമാജിനേഷനിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനക്കോട്ട എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ എൻ്റെ സങ്കല്പങ്ങളിൽ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു കൊട്ടാരം നമുക്ക് കാണാം. ആ ഒരു കോട്ടയും അതിന് ചുറ്റും ഇരിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 ഏക്കറോളം സ്ഥലം വരുന്നുണ്ടാവും. നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു അത്യാവശ്യം പ്രായമായിട്ടുള്ളൊരു നമ്പൂതിരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് കുറച്ച് ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് അത് അവർക്ക് കൊടുത്തതെന്നുള്ളത് പറഞ്ഞു വെച്ചാൽ അത് ഡിവൈഡ് ചെയ്തെടുക്കണമെങ്കിൽ 52 പേർക്കെങ്കിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ അവരത് ദേവസ്വത്തിന്, ഗുരുവായൂരപ്പന് കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഈ ഒരു കോട്ടയുടെ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് അമ്പലമാണ്. അവിടെ പൂജകൾ നടക്കുന്നുണ്ട്, കാലത്തും വൈകിട്ടും പൂജകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിഷ്ഠ എന്തോ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കോട്ടയാണ്, കൊട്ടാരമാണെങ്കിലും അത്യാവശ്യം പഴക്കമുണ്ട്. റിനോവേഷൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പിടം എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ഇതാണ് വരുന്നത്. അവിടെ രാജാവ് കഥകളിക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെയാണ് കിടക്കാറ് എന്ന് പറഞ്ഞത്. പിന്നെ ഈ കൊട്ടാരത്തിൻ്റെ തന്നെ മേൽഭാഗത്ത് പെണ്ണുങ്ങൾ കഥകളി കാണാനായിട്ട് നിൽക്കും, ആണുങ്ങൾ അതിന് ചുറ്റും കഥകളിക്ക് ചുറ്റും നിന്ന് കാണും. അങ്ങനെയുള്ള കുറച്ച് ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഒക്കെ ആളുകളാണ്. ആനകൾ കുളിക്കുന്നത് കാണാം, ആന വെള്ളം കുടിക്കുന്നത് കാണാം, പട്ട തിന്നണത് കാണാം. നല്ല രസമാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാലും ആന, ഇങ്ങോട്ട് നോക്കിയാലും ആന. പക്ഷേ നല്ലൊരു മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷെ ഞാൻ ഇതിനും പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് പോയത്. കാരണം അങ്ങോട്ട് തിരിഞ്ഞാൽ തൊട്ടപ്പുറത്തൊക്കെ ആനകളാവുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കോട്ടയും കൂടിയും അതിൻ്റെ നടുക്കിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. അത് ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. സോ ആ ഒരു ഹിസ്റ്ററിയും കൂടി കേട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അങ്ങോട്ടേക്ക് പോയാൽ ചേച്ചിയാണ് കണ്ടിട്ട് അറിയാത്ത പറഞ്ഞിട്ട് ആനയെന്ന് നോക്കി നമ്മള് ചിരിക്കുക. ഈ കുട്ടി പിന്നെ
ഈ ഒരു ചേട്ടൻ പറയുന്നത് ആനകളെ മിരുക്കാനായിട്ട് അങ്ങ് ദൂരെ അവരെ മാറ്റി നിർത്താറുണ്ട് മിരുക്കാനൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ പട്ടി ഷോ അവർ പറയണ്ടല്ലോ, പട്ടി ഷോ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ 2 കപ്പിൾസും കൊണ്ടായിരുന്നു. അവർ പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തരും ചേച്ചി. അപ്പോൾ പിന്നെ നമ്മളും പോസ്റ്റായി. കറക്കമൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴാണ് നമ്മൾ റിലേറ്റീവിനെ കാണുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് അവനെ കാണുന്നത്. കോയമ്പത്തൂരാണ് അവൻ്റെ വീട് വരുന്നത്. അവനെ കെട്ടിയിരിക്കുന്നത് പാലയൂരിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ അവർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു. അപ്പോഴാണ് ഒരു സത്യം അറിയുന്നത്, നമ്മുടെ ഷാൻവിക്കുട്ടൻ പേപ്പൻ്റെയും മാമേരിയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടൊരു സ്പെഷ്യൽ കേക്ക് വരെ അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് ആ ഒരു കേക്ക് കട്ടിങ് കൂടി നടന്നു. അപ്പോൾ 2 കേക്ക് മുറിച്ചു കേട്ടോ. അപ്പോൾ 2 ഒത്ത 3 ഒക്കെന്നാണ് പറയുക. ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചാവക്കാട് ബീച്ചാണ്. ഇറങ്ങിയില്ല, പിള്ളേർ അങ്ങോട്ട് ഓടാനാണ് തുടങ്ങിയത്. അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ആംബിയൻസ്. നല്ല തിരക്കായിരുന്നു. സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പിന്നെ ഇയോൺ ഫസ്റ്റ് ടൈമാണ് കടൽ കാണാൻ പോകുന്നത്. അപ്പോൾ അവനും അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവനേക്കാൾ കൂടുതൽ നൗലിക്കായിരുന്നു കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ വല്ലാണ്ട് വെള്ളത്തിക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷേ അവിടെ കുറേ റൈഡ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നൈസ് ആണ്. ജൂഡു നോക്കിയടാ, അമ്മനെ നോക്കിയടാ. ജൂഡു അമ്മനെ നോക്കിയേ. വാ ഇവിടെ ഇരിക്കേ. അങ്ങനെ ആനിവേഴ്സറിയും സെലിബ്രേറ്റ് ചെയ്ത് ആനിവേഴ്സറി ഔട്ടിങ്ങും എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.